ഇന്ന് ഓമിയുടെ ഫസ്റ്റ് ഹെയർ കട്ടാണ്. എന്റെ അടുത്ത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഓമി ഇതുവരെ മുടി വെട്ടിയിട്ടില്ലേ ജനിച്ചിട്ട് ഇന്നേ വരെ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇതുവരെ ഓമി ജനിച്ചിട്ട് ഇന്നേ വരെ മുടി വെട്ടിയിട്ടില്ല. അവന്റെ അതുകൊണ്ട് ഇപ്പൊ എന്താ? പിന്നെ ഞാൻ ഒന്നിട്ട് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോ അവരും പറഞ്ഞു ഈ മുടി മുട്ടയടിച്ച് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷെ അത് ചെയ്തു എന്ന് വെച്ച് ഒരിക്കലും ഒരു കൊച്ചിന്റെ മുടി ഗിടിലമായിട്ട് വരെയൊന്നുമില്ല. അതൊക്കെ ഹെറിഡിറ്ററി ആണ്. അച്ഛന്റെ മുടി, അമ്മയുടെ മുടി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ആചാരം അത് ഇതായിട്ട് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. എനിക്ക് ഒരു പ്രത്യേക ജീവിതല്ലേ. ഓമി കാണാൻ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്ക് ആസ് എ മദർ ഐ എം ദ വൺ ഹു നോസ് ദ ബെസ്റ്റ്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അശ്വിൻ ആയാലും അങ്ങനെ മുടി വെട്ടണം അങ്ങനെയൊന്നും ഇല്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കും. അശ്വിനും പറഞ്ഞു അങ്ങനെ എന്തിനും ഇപ്പൊ വെട്ടണം, ഇപ്പൊ മറ്റുള്ളവർ പറഞ്ഞ കേൾക്കുന്നതിനാ ബെസ്റ്റ്. നമുക്ക് നമ്മുടെ കൊച്ച് നമ്മുടെ ഇഷ്ടം എന്നുള്ള പോലെ അശ്വിനും പറഞ്ഞു. ആ സംസാരിലേക്ക് അയ്യാ എന്താ അല്ല, തീരുമാനമൊക്കെ പ്രസിഡന്റിന്റെയാ ആണെന്ന് പറഞ്ഞ് നടക്കുക. നട്ടലും വെച്ചോണ്ട് ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഗ്യാപ്പുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഒന്ന് കുനിഞ്ഞു കൊടുത്താ ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. അപ്പം 4-5 വർഷം കൂടെ ഉണ്ടായ അങ്ങനെയൊന്നുമില്ല. അഭിപ്രായം വ്യത്യാസം ഒന്നും നമ്മൾ കുറച്ച് മാറിക്കണം. മാറിയിട്ട് നമ്മൾ ആലോചിക്കണം വേണോ വേണ്ടെന്നൊക്കെ. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ.